നമസ്കാരം. ആനകളില്ലാതെന്ത് ഉത്സവം? മലയാളികളുടെ ആനപ്രേമം ലോകപ്രസിദ്ധമാണ്. ആനപ്രേമി സംഘങ്ങളും ഫാൻസ് അസോസിയേഷനുകളും സോഷ്യൽ മീഡിയയിൽ തകർത്താടുന്ന കാലമാണിത്. എന്നാൽ സമീപകാലത്ത് ഉണ്ടായ സംഭവ വികാസങ്ങൾ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന ആന എഴുന്നള്ളിപ്പുകൾ ഒഴിവാക്കി മറ്റു സംവിധാനങ്ങൾ അങ്ങിങ്ങായി നിലവിൽ വരുന്നുമുണ്ട്. ആനകളെ എഴുന്നള്ളിക്കുന്നതിനെതിരായി കോടതിയിൽ വന്ന ഹർജികളിൽ പോലും ഇത് കേരള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലേക്ക് പരാമർശം വന്നിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ അടുത്ത നാളുകളിൽ വന്ന വാർത്ത പ്രകാരം കേരളത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് ആവശ്യമായത്ര നാട്ടാനകൾ ഇപ്പോൾ ഇല്ല എന്നതാണ്. ഇപ്പോഴുള്ള നാട്ടാനകൾ ഓവർ ടൈം പണിയെടുക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കേരളത്തിൽ എഴുന്നള്ളിപ്പ് അനുമതിയുള്ള പൂരങ്ങൾ, പെരുന്നാളുകൾ, നേർച്ചകൾ എന്നിവയെല്ലാം കൂടി 7335 എണ്ണം ഉണ്ട് എന്നാണ് കണക്ക്. ഇതിനെല്ലാം കൂടി ആകെയുള്ള നാട്ടാനകളുടെ എണ്ണം 382 ആണ്. അമിത ജോലിഭാരം കാരണം അസ്വസ്ഥരായ ആനകൾ ഇടഞ്ഞ് അക്രമോത്സുകരാകുന്നതും പെരുകുകയാണ്. കണക്ക് പ്രകാരം കഴിഞ്ഞ 9 വർഷത്തിനിടെ 37 പേർ നാട്ടാനകൾ ഇടഞ്ഞത് കാരണം മരണപ്പെട്ടു. പഴയ കണക്ക് നോക്കിയാൽ 2016 618 നാട്ടാനകൾ സംസ്ഥാനത്തുണ്ടായിരുന്നു. പ്രായാധിക്യം കാരണം 228 എണ്ണം കഴിഞ്ഞ കാലയളവിൽ ചരിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോഴുള്ള ആനകളിൽ 60% വയസ്സായ ആനകളാണ്. ഈ അവസരത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ ഇവിടെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിൽ പല നിയമ നടപടികളുണ്ട്. നാട്ടാനകളെ കൈമാറുവാൻ 2024 കേന്ദ്ര സർക്കാർ ക്യാപ്റ്റീവ് എലിഫൻറ്റ്സ് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ പ്രകാരമുള്ള അപേക്ഷകൾ പരിശോധിച്ച് മാത്രമേ ആനകളെ കൈമാറുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലേക്ക് കൂടുതലായി ആനകൾ വരുന്നത് ആസാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ്. ഈ സംസ്ഥാനങ്ങളിലെ വൈൽഡ് ലൈഫ് വാർഡർമാർ നൽകുന്ന ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ആന കൈമാറ്റത്തിന് നിർബന്ധമാണ്. ഇത് കൃത്യമായി ഹാജരാക്കാത്തത് കാരണം ആന കൈമാറ്റങ്ങൾ പുതിയ നിയമപ്രകാരം നിരസിക്കപ്പെടുകയാണ്. കേരളത്തിലെ വനം വകുപ്പ് NOC നൽകിയാൽ മാത്രമേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഉത്സവങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കുമായി 600 ആനകളെങ്കിലും വേണമെന്ന അവസ്ഥയാണ്. ഇപ്പോഴുള്ളത് 400-ൽ താഴെ മാത്രം. ആവശ്യത്തിന് ആനകളില്ലാത്തത് കാരണം പ്രശ്നക്കാരായ ആനകളെ വീണ്ടും വീണ്ടും എഴുന്നള്ളിക്കേണ്ടി വരികയാണ്. കേരളത്തിലെ മിക്കവാറും ക്ഷേത്ര ഉത്സവങ്ങൾ ആന എഴുന്നള്ളിപ്പ് അതിൻ്റെ ആചാരങ്ങളുടെ ഭാഗമാണ്. ആനകളുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവ് വന്നതോടെ ഉള്ള ആനകളുടെ ചിലവ് പല മടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞു. ഒരേ സമയം നടക്കുന്ന ഉത്സവങ്ങൾക്കായി പേരുകേട്ട ആനകൾക്കായി ലേലം വിളി നടക്കുന്നതും വാർത്തകളാണ്. ഒരൊറ്റ ദിവസത്തെ എഴുന്നള്ളിപ്പിനായി 10 ലക്ഷത്തിന് മുകളിൽ തുകയാണ് ലേലം വിളികളിലൂടെ പ്രശസ്തരായ ആനകൾക്ക് നൽകേണ്ടി വരുന്നത്. മുൻപ് 30,000 രൂപയോളം ശരാശരി ദിവസ ചിലവ് ഉണ്ടായിരുന്ന ആനകൾക്ക് ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിലാണ് ചിലവ്. ഇതോടെ ആനകളുടെ എണ്ണം കുറച്ച് പൂരങ്ങളും മറ്റ് ആഘോഷങ്ങളും നടത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ആനകളെ എത്തിക്കുന്നതിനുള്ള നിയമ സംവിധാനങ്ങളിലെ നൂലാമാലകളാണ് വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ തീരുമാനവും നിർണായകമാണ്. ആധുനിക കാലത്തെ ഉത്സവങ്ങളുടെ രീതികളിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നതും ആനകളെ അക്രമോത്സുകരാക്കുകയാണ്. കാതടപ്പിക്കുന്ന പുതിയ DJ സൗണ്ടുകളും ലേസർ പ്രകാശവും ആനകൾക്ക് അലോസരമായി മാറി. ഉത്സവങ്ങൾക്ക് ആനകളെ ഒഴിവാക്കണമെന്നും ആനകളെ എഴുന്നള്ളിക്കുന്നത് അവയോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും മൃഗസംരക്ഷണ സ്നേഹികൾ വാദിക്കുന്നുണ്ട്. കൃത്യമായ ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ ആനകളെ പീഡിപ്പിക്കുന്നു എന്നും പരാതി ഉയരുന്നുണ്ട്. ഈ അവസരത്തിൽ യന്ത്രവൽകൃത റോബോട്ടിക് ആനകളെ പലയിടത്തും രംഗപ്രവേശനം ചെയ്തതായി കാണുന്നുണ്ട്. അത്തരം നീക്കങ്ങൾക്കും വാർത്താ പ്രാധാന്യം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പിന് പകരം രഥം പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആനകൾ ഉത്സവാഘോഷങ്ങളുടെ ഒരു ഭാഗമാണ് എന്ന കേരള സംസ്കാരത്തിൻ്റെ ചിത്രത്തിന് അത്ര പെട്ടെന്ന് ഒരു മാറ്റം വരുമോ എന്ന് കാലക്രമേണ വ്യക്തമാകും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.